ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന സെൻട്രൽ ഗവൺമെൻറ് തലത്തിലെ ടെക്നിക്കൽ സെക്ടറിലേക്കുള്ള ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിന് അവസരമൊരുക്കിക്കൊണ്ട് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണാവസരം തന്നെയാണ്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ റെയിൽവേയിൽ ഉയർന്ന ഒരു പോസ്റ്റിൽ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കരുത്. അതിനു മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം JEE നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 2 മാസത്തിനകം തന്നെ CBT 1 എക്സാം നിങ്ങൾക്കുണ്ടാവും. അതിനുശേഷം റിസൾട്ട് വന്ന് ഒരു 2-3 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ തന്നെ CBT 2 എക്സാമും നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പറേഷന് ഇനഫ് ടൈം നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത സിലബസ് തന്നെയാണ് RRB പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് തീർക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് അല്ല. പക്ഷേ ലിമിറ്റഡ് ടൈമിൽ, കാരണം എക്സാം നമ്മൾ എഴുതുന്ന ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയും അതുവഴി സെലക്ഷൻ നേടിയെടുക്കാനും നമുക്ക് സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു എക്സാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. സോ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ ഇതൊരു ഗ്രൂപ്പ് C റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ഗസറ്റഡ് പോസ്റ്റ് ആയിരിക്കും. ഇന്ത്യയിലാകമാനം 21ഓളം റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളാണ് RRBക്ക് നിലവിലുള്ളത്. അപ്പോൾ ഈ ഓരോ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾക്ക് കീഴിലും നിങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷേ ആ വേക്കൻസികളുടെ എണ്ണത്തിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 4 സ്റ്റെപ്പ് വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നമുക്ക് പ്രധാനമായിട്ട് നടക്കുക. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 2 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആ 2 സ്റ്റെപ്പുകളാണ് CBT 1ഉം CBT 2ഉം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2. അതിനുശേഷം നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ CBT 1 എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനെ ഈസി ആയിട്ട് കാണരുത്. CBT 1നും ഒരു നല്ല ബേസും അതുപോലെ എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റോട് കൂടി കൃത്യമായിട്ടുള്ള സ്മാർട്ട് പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ CBT 1ഉം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നമുക്ക് ഈ 2 എക്സാമുകളുടെയും അല്ലെങ്കിൽ ഈ 2 ഘട്ടങ്ങളുടെയും കൂടുതൽ ഡീറ്റെയിൽസും സിലബസും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുൻപ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഇൻ റെലവൻറ്റ് എഞ്ചിനീയറിംഗ് സ്ട്രീം ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ആ സ്ട്രീംസും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽസ്, ഇത്രയും സ്ട്രീംസ് ആണ് അവർ നൽകിയിട്ടുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, ഫൈനൽ ഇയർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, ഇപ്പോൾ നിലവിൽ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അതായത് അവർക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമോ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. നിങ്ങളുടെ റിക്വയർഡ് ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് സർട്ടിഫൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അവർക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ നോട്ട് എലിജിബിൾ ആണ്. നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഇൻ കേസ് കുറച്ച് ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോടകം റിസൾട്ട് വരികയാണ്, സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുൻവർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഏജ് ലിമിറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഏജ് ലിമിറ്റ്, മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ മാക്സിമം 33 വയസ്സ് വരെ ഏജ് ഉള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. അത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് ഈ ഒരു ഏജ് ലിമിറ്റ് ബാധകമായിട്ടുള്ളത്. ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ട്. സാധാരണ എല്ലാ ഗവൺമെൻറ് എക്സാംസിലും പബ്ലിക് എക്സാമിലും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഇവിടെയും ഏജ് റിലാക്സേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു SC അല്ലെങ്കിൽ SC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. അതുപോലെ നിങ്ങൾ ഒരു OBC നോൺ ക്രിമിലിയർ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഏജ് ലിമിറ്റിനെ പറ്റി
അറിയേണ്ടത്. നെക്സ്റ്റ് CBT-1 എക്സാം പാറ്റേൺ ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു CBT-1 എന്ന് പറയുന്നത് എല്ലാ നോട്ടിഫൈഡ് പോസ്റ്റുകൾക്കും കോമൺ ആണ്. എല്ലാവരും RRB JEE എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമാണ് CBT-1 എക്സാം. കോമൺ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു CBT-1 എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 100 ആണ്. സോ ഈ ഒരു സമയം കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100 മാർക്കായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി സബ്ജക്ട് ബ്രേക്ക് ഡൗൺ, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കവർ ചെയ്യേണ്ടത്, ആ സിലബസിൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിവിഷൻ പെർ സബ്ജക്റ്റ് വരിക എന്നുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. മാത്തമാറ്റിക്സിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ആണെങ്കിൽ ഓഫ് കോഴ്സ് മാർക്ക് 30 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. നെക്സ്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന പാർട്ടിൽ നിന്നും 25 മാർക്കിന് 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ജനറൽ അവയർനെസ് ആണെങ്കിൽ 15 മാർക്കിന് 15 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ജനറൽ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്കിന് 30 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് ആ ഒരു എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, CBT-1 എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ പറഞ്ഞ രീതിയിലായിരിക്കും. ഓക്കെ ആണല്ലോ. സോ CBT-1 എക്സാം ക്ലിയർ ചെയ്തവർക്ക് മാത്രമായിരിക്കും CBT-2 എക്സാം എഴുതാനായിട്ട് സാധിക്കുക. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് എത്രയാണോ വേക്കൻസി ഉള്ളത് അതിൻ്റെ 3 ഇരട്ടി, അങ്ങനെയാണ് സാധാരണ ഒരു കണക്ക് വരുന്നത്. അതിൻ്റെ 3 ഇരട്ടിയോളം സ്റ്റുഡൻസിനെയാണ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെയാണ് ഈ ഒരു CBT-2 എക്സാമിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് CBT-2 എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ CBT-2 എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലി ഫോർ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഫോർ CBT-1 അത് പറഞ്ഞതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ ശ്രദ്ധിക്കുക, 120 മിനിറ്റ്സ് ആണ്. അപ്പോൾ നേരത്തെ 90 മിനിറ്റ്സ് ആയിരുന്നു, അതിൽ 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലും ചേഞ്ച് ഉണ്ട്. 120 മിനിറ്റ് കൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കൂടി ടൈം കുറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് കുറേ കൂടി എന്തായിരിക്കും, ടഫായിരിക്കും CBT-2 എക്സാം. കാരണം അത്രയ്ക്ക് ടൈം മാനേജ്മെൻറ്റോട് കൂടി പഠിച്ചവർക്ക് മാത്രമേ CBT-2 എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു സ്കില്ലിലേക്ക്, ആ ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കില്ലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ അത്രയും മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതിന് മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് CBT-2 എക്സാമിൻ്റെ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ജനറൽ അവയർനെസ്സിൽ നിന്നും 15 മാർക്കിന് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾക്ക് 15 മാർക്കിന് 15 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ബേസിക്സ് കാര്യങ്ങൾ, അതിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. 10 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ടെക്നിക്കൽ എബിലിറ്റീസ് എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 100 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ടെക്നിക്കൽ എബിലിറ്റീസ് ഉള്ളത്. സോ CBT-1 എക്സാം എല്ലാവർക്കും, RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എന്തായിരുന്നു, CBT-1 കോമൺ ആയിരുന്നുവെങ്കിൽ CBT-2 എല്ലാവർക്കും കോമൺ ആയിരിക്കില്ല. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രാഞ്ച്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ടെക്നിക്കൽ എബിലിറ്റീസിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. CBT-2ന് പ്രധാനമായിട്ടും 4 സെക്ഷൻസ് ആണുള്ളത്. പ്രധാനമായിട്ടും മെക്ക്, അതുപോലെ സിവിലുണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ CS ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ, എന്നിങ്ങനെ 4 സ്ട്രീംസിലായിരിക്കും CBT-2 എക്സാം നടക്കുന്നുണ്ടാവുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ നിങ്ങളുടെ ട്രേഡ് ഏതാണോ അല്ലെങ്കിൽ BTechൽ നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ അതിനനുസരിച്ചുള്ള ഈ ഒരു സ്ട്രീം ഈ 4ൽ ഏത് സ്ട്രീമാണ് എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും മുൻ വർഷങ്ങളിലെ RRB എക്സാം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും 10,000-ലധികം വേക്കൻസീസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 10,000-ലധികം വേക്കൻസി നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രയും വലിയ വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. സോ അത്രയും അവസരങ്ങളാണ് നിലവിലുള്ളത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെ നല്ലൊരു ടെക്നിക്കൽ സ്ട്രീമിലുള്ളവർക്ക്, ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. CBT-1 ആൻഡ് CBT-2 എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്താണ്? ഇത് കൃത്യമായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം
ആ സമയത്ത് ഉണ്ടായിരിക്കണം, അത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ ആ ഒരു സമയത്ത് ഹാജരാക്കിയാലും മതി. സോ CBT 1 and 2 ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ RRB എക്സാമുകൾക്ക് മെഡിക്കൽ ടെസ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ചില സ്ട്രീമിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള വിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അവർ നൽകിയിട്ടുണ്ട്. സോ ആ സ്റ്റാൻഡേർഡിന് അനുസരിച്ചുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ആ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് ലഭിക്കുകയുള്ളൂ. സോ അത്തരത്തിൽ ഒരു മെഡിക്കൽ ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ RRB എക്സാമിനെ പറ്റി പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടുന്ന വിവരങ്ങൾ ഇത്രയൊക്കെയാണ്. വളരെ നല്ലൊരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സോ ഈ ഒരു RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എക്സ്പ്രസ് വേഗതയിൽ സ്വന്തമാക്കാനായി മുൻ വർഷങ്ങളിൽ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ ടെക് PSC ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ടയർ 1 എക്സാമിനും ടയർ 2 എക്സാമിനും ഓൺലൈൻ കോച്ചിങ് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ബ്രാഞ്ചുകൾക്കും ഓൺലൈൻ കോച്ചിങ് ലഭിക്കുന്നതായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ടയർ 1 മാത്രമാണെങ്കിലും ശരി, ടയർ 2 മാത്രമാണെങ്കിലും ശരി, സ്പെസിഫിക് ആയിട്ടുള്ള ഈ കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ ടയർ 1 ടയർ 2 കോംബോ പാക്കേജ് ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോച്ചിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാം തീയതി വരെ ലഭിക്കും എന്ന് തന്നെയാണ്. അതുപോലെ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് PDF ഫോർമാറ്റിൽ സിലബസ് ബേസ്ഡ് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പീരിയോഡിക് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അസസ്മെൻറ്റുകളും ഉണ്ടായിരിക്കും. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അത് നിങ്ങൾക്ക് PDF ഫോർമാറ്റിലും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, അതായത് കൃത്യമായിട്ടുള്ള ടൈം അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ ടെക് PSC ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതിനുള്ള ആക്സസും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ എക്സാം തീയതി വരെ ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ.